അന്ധകാരം നിറഞ്ഞ ലോകത്തേക്ക്. സ്നേഹത്തിന്റെ വെളിച്ചം പിറന്ന ആ മഹത്തായ രാത്രിയുടെ ഓർമ്മകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ക്രിസ്മസ് പിറവി കഥയിലേക്ക് നമുക്ക് കടക്കാം. മറിയം, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും. അത്യുന്നതന്റെ പുത്രൻ എന്നവൻ വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യെന്ന് പറഞ്ഞിരുന്ന അവർക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇതാ, കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. രാജനെ കാണുവാൻ കണ്ടു കണ്ടു ലോകരാജന്റെ ജനനം. വന്നു വന്നു ക്രിസ്തുരാജനെ കാണുവാൻ കണ്ടു കണ്ടു ലോകരാജന്റെ ജനനം. മാനവർക്കെന്നും സ്നേഹമായി, മാലോകത്തെല്ലാം ആനന്ദമായി, മന്നിടത്തിൽ ദൈവപുത്രൻ ഭുജാതനായി. മാനവർക്കെന്നും സ്നേഹമായി, മാലോകത്തെല്ലാം ആനന്ദമായി, മണ്ണിടത്തിൽ ദൈവപുത്രൻ ഭുജാതനായി. ഹല്ലേലൂയ, ആഹാ ഹല്ലേലൂയ, ഹല്ലേലൂയ, പാടാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ആഹാ ഹല്ലേലൂയ, ഹല്ലേലൂയ, പാടാം ഹല്ലേലൂയ. കാണുവാൻ ജ്ഞാനികൾ വന്നു, പൊന്നും നിറയും കാഴ്ചകളും നൽകി മടങ്ങി. കാണുവാൻ ജ്ഞാനികൾ വന്നു, പൊന്നും നിറയും കാഴ്ചകളും നൽകി മടങ്ങി.
ആട്ടിടയന്മാർ ദർശന വഴിയെ വന്നണഞ്ഞല്ലോ, അമുദമോടെ സായുജ്യമോടെ യാത്രയായല്ലോ. ആട്ടിടയന്മാർ ദർശന വഴിയെ വന്നടഞ്ഞല്ലോ, ആമുദമോടെ സായുജ്യമോടെ യാത്രയായല്ലോ. ഹല്ലേലൂയ, ആഹാ ഹല്ലേലൂയ, ഹല്ലേലൂയ, പാടാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ആഹാ ഹല്ലേലൂയ, ഹല്ലേലൂയ, പാടാം ഹല്ലേലൂയ. സ്നേഹവും സമാധാനവും ലോകത്തേക്ക് കൊണ്ടുവന്ന ആ കുഞ്ഞിന്റെ ജനനം ഇന്നും മനുഷ്യഹൃദയങ്ങളിൽ പ്രകാശമായി തെളിയട്ടെ.